CMP സിന്ദാബാദ്. പ്രതിഷേധം. CMP-യുടെ പ്രതിഷേധം. എട്ടും പട്ടും തിരിയാത്ത ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം. CMP-യുടെ പ്രതിഷേധം. പ്രിയപ്പെട്ട സഹകളെ, പ്രിയമുള്ളവരെ, പ്രതികൂല കാലാവസ്ഥയാണ് ഇന്ന്. തിരുവനന്തപുരം ജില്ലയിലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി അറിയാം. വളരെ പെട്ടെന്നാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ധർണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. ഈ ധർണയ്ക്ക് ഔപചാരികമായി സ്വാഗതം പറയുവാൻ പാർട്ടിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് വിനോദിന് ക്ഷണിച്ചു. ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി CP ജോൺ, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരെ, മറ്റ് സഖാക്കളെ, കഴിഞ്ഞ ദിവസം ആമയഞ്ചാന്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയ ജോയി എന്ന ചെറുപ്പക്കാരൻ അകാലത്തിൽ അപകടത്തിൽപ്പെട്ട വിവരം നമുക്ക് ഇവർക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമ്മളെല്ലാം കേട്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് പകരം അവർ നടത്തുന്നത് ജനങ്ങളെ ദ്രോഹിക്കുക ഏതൊക്കെ രീതിയിൽ നടത്താം എന്നുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേയറും പാർട്ടിയുമാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. നമുക്കറിയാം, ഒരു മഴക്കാലം വരുമ്പോൾ അതിന് മുൻപായിട്ട് എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇതൊന്നും നടത്താതെ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആ മലിനജലത്തിലേക്ക് തള്ളിവിട്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മേയർക്കാണ്. ഈ മേയർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ആ മേയറെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത്. ഒരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളി അപകടത്തിൽപ്പെട്ടപ്പോൾ അതിനു പകരം പരസ്പരം പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന വഴി കുറ്റകരമായ അനാസ്ഥ ചെയ്യുന്ന ഈ മേയർ രാജിവെക്കണം. ഞാൻ അധികം ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് CP ജോണാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനും MR മനോജിനെ ഞാൻ ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് അംഗം അലക്സ്, ഏരിയ സെക്രട്ടറിമാരായ ജ്യോതി, മണിയൻ, അതുപോലെ തന്നെ ബിച്ചു, മോഹനൻ അടക്കം ഉള്ള മുഴുവൻ, അരുൺകുമാർ, ശ്രീകണ്ഠൻ, നിസ്താർ, വിശ്വനാഥൻ, മുഴുവൻ പാർട്ടിയുടെയും, അതുപോലെ തന്നെ നാൻസി അടക്കമുള്ള മുഴുവൻ പാർട്ടിയുടെയും മുഴുവൻ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദം. പ്രിയപ്പെട്ട സഹകളെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ സമരവുമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരുമ്പോൾ വളരെ നാളുകളായില്ല നമ്മുടെ നഗരം, നമ്മുടെ സംസ്ഥാനം തന്നെ രാജ്യത്തിനാകെ അപമാനിതമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ഈ ഭരണസിലാ കേന്ദ്രത്തിന്റെ തൊട്ടു താഴെ ഒരു മലിനജലത്തിൽ വീണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. അത് ആ കുടുംബത്തിന് തീരാദൃഷ്ടമായി നിലനിൽക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത ഒരു ജീവൻ രക്ഷിക്കും. 2 ദിവസം ഒരു വ്യക്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ലിഫ്റ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. ഇതെല്ലാം നമ്മൾ സിനിമകളിലും ചരിത്ര സംഭവങ്ങളിലുമൊക്കെ കേട്ടറിവല്ലാതെ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് തന്നെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പൊ ഇത്തരം ദയനീയമായ സംഭവങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് CM. അപ്പൊ തിരുവനന്തപുരം നഗരത്തിന്റെ മാലിന്യ കൂമ്പാരം ഇപ്പോഴും നിലനിൽക്കുകയാണ്, മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെതിരെയെല്ലാം പ്രതികരിക്കുവാൻ CMP എന്ന പ്രസ്ഥാനം മുമ്പോട്ട് വരികയാണ്. ഈ സമരം ഒരു സൂചനാ സമരമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ നഗരത്തില് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തിരുവനന്തപുരം നഗരസഭയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്
ഈ സമരം തിരുവനന്തപുരം അല്ലെങ്കിൽ നഗരം നരകം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ നടത്തുന്ന ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാനായി UDF-ന്റെ സെക്രട്ടറിയും CMB-യുടെ ജനറൽ സെക്രട്ടറി കൂടിയായ CPI സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് മനോജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള CMB-യുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാരെ, സഖാക്കളെ, വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. തിരുവനന്തപുരം നഗരം ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമായി പലപ്പോഴും അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു നഗരമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ നിർമ്മിതിയിൽ ഒരു കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവും അതിനുശേഷം നമ്മുടെ ദേശീയ നേതാക്കളായിട്ടുള്ള പട്ടത്താനപിള്ള സാറിനെ പോലുള്ള ആളുകൾ, അതിനുശേഷം ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള നമ്മുടെ MP പത്മനാഭനെ പോലെ, സ്റ്റാൻലി സത്യനേശിനെ പോലുള്ള ആളുകൾ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് പുറകിൽ കാണുന്ന ചെങ്കൽ ചൂള എന്ന് പറയുന്ന പ്രദേശം, രാജാജി നഗർ, അന്നൊരു യുവാവായിരുന്ന ഉമ്മൻചാണ്ടി ഭവനമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതൊരു ചേരിയായിരുന്നു. ഇന്ത്യയിൽ ചേരി നിർമ്മാർജ്ജനം എന്ന് കേൾക്കാത്തൊരു കാലഘട്ടത്തിലാണ് ചെങ്കൽ ചൂളയെ രാജാജി നഗറാക്കി അന്ന് AK ആന്റണി ഗവൺമെന്റ് മാറ്റിയത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നമ്മുടെ നഗരസഭയ്ക്ക് വരുമാനമുണ്ടാക്കുന്ന നിരവധി പദ്ധതികൾ ആരംഭിച്ചത് അന്നത്തെ CPM-ന്റെ നേതാവായിരുന്ന, പിന്നീട് CMB-യുടെ മേയറായ MP പത്മനാഭനാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല. അങ്ങനെ ഈ നഗരം ഒരു സുന്ദരമായ നഗരമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ദുഃഖത്തോടുകൂടി തിരുവനന്തപുരം നഗരത്തെ നരകം എന്ന് വിളിക്കേണ്ടി വന്നിരിക്കുകയാണ്. ജോയി മരിക്കുന്നതിന് മുൻപ് തന്നെ CMB-യുടെ നേതൃത്വത്തിൽ ഇവിടെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളും ഓടകളും അതുപോലെ തന്നെ ഇവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഗരം നരകം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഏതാണ്ട് ഒരു മാസക്കാലം മുമ്പ് CMB ഒരു സമര പരിപാടി സംഘടിപ്പിച്ചു. അപ്പോഴാണ് ഈ ജോയിയുടെ ദുരന്തമുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് ജോയി മരിച്ചത്. ആമഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ പട്ടം തോട്, അതുപോലെ തന്നെ കിള്ളിയാറ്, ഇതൊക്കെയാണ് നമ്മുടെ ജലമൊഴുകി പോകുന്ന ചെറു നദികളും തോടുകളും. അവിടെയെല്ലാം വൃത്തികെട്ട സാധനങ്ങൾ വന്ന് കൂടുമ്പോൾ ഇത്തരത്തിലൊരു അപകടകരമായ അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് നീക്കം ചെയ്യേണ്ടത് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ മാത്രമല്ല, കേരള ഗവൺമെന്റിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കോർപ്പറേഷനും യോജിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നതാണ് ആവശ്യം. മാലിന്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട്, തോടിന്റെ ആഴം കൂട്ടാനായിട്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാത്തതിന്റെ ഫലമായിട്ടാണ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ആ പ്രദേശത്ത് റെയിൽവേ ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് ജോയി എന്ന് പറയുന്ന ഹതഭാഗ്യനായ ഒരു ചെറുപ്പക്കാരനെ ആ പണിക്ക് വേണ്ടി വിളിച്ചത്. എന്താണ് ആ യുവാവിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അതൊന്നും അവർക്ക് ബാധകമല്ല. ആ പാവം 1500 ഉറുപ്പിക കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ഒരു പാവപ്പെട്ട വീടാണ്, ആരായമുട്ടം എന്ന സ്ഥലത്ത്, നെയ്യാറ്റിൻകരയ്ക്കടുത്ത്. അദ്ദേഹത്തെ ഇറക്കി വിട്ടു. വാസ്തവത്തിൽ ഒരു ബലി കൊടുക്കലായിരുന്നു അത്. പണ്ടത്തെ പ്രാകൃത അവസ്ഥയുണ്ടായിരുന്ന കാലത്ത് എന്തെങ്കിലും നിർമ്മിതി ഉണ്ടാകുമ്പോൾ മനുഷ്യബലി അല്ലെങ്കിൽ നരബലി കൊടുക്കുമായിരുന്നു. അങ്ങനെ ജോയി എന്ന് പറയുന്നത് ഒരു ബലി കൊടുക്കപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയാൻ ഞാൻ ഖേദപൂർവ്വം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ജോയിയെ ബലി കൊടുത്തു. അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ പാവം പിടിച്ച മനുഷ്യന്റെ മൃതദേഹം കിട്ടാതെ ഇവിടുത്തെ ഭരണാധികാരികൾ അലയുകയാണ്. അപ്പൊ ആരാണിത് സൃഷ്ടിച്ചത്? ഇത് സൃഷ്ടിച്ചതിൽ ഭരണാധികാരികൾക്ക് പങ്കുള്ളതുപോലെ പൗരസമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. നമ്മളിപ്പോൾ കുടിക്കുന്ന കുപ്പിയാണെങ്കിലും അതുപോലെ തന്നെയുള്ള സാധനങ്ങളാണെങ്കിലും വലിച്ചെറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ വലിച്ചെറിയുന്നവരുടെ പേരിൽ
പിഴ ചുമത്തിക്കൊണ്ട്, അത് റെയിൽവേ ആണെങ്കിലും വിമാനത്താവളമാണെങ്കിലും ISR ആണെങ്കിലും ഇനി കേന്ദ്രത്തിന്റെ ഏത് സ്ഥാപനമാണെങ്കിലും അവരുടെ പേരിൽ പിഴ ചുമത്താനുള്ള ഭരണഘടനാപരമായ അവകാശം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് പഞ്ചായത്തിനും അതുപോലെ തന്നെ നഗരസഭയ്ക്കുമാണ്. നമുക്കറിയാം, വിളപ്പിൽശാലയിലെ മാലിന്യ കൂമ്പാരത്തിന്റെ മുന്നിൽ ആ ഗേറ്റിന് ഒരു താക്കോലിട്ട് പൂട്ടിയത് ആരാണ്? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്തുകളുടെ അധികാരം കേരളത്തിൽ വളരെ വലുതാണ്. പക്ഷേ ഇവിടെ ഭരിക്കുന്ന നമ്മുടെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ബഹുമാനിയായ മേയർ ഒരു ചെറുപ്പക്കാരിയാണ്. ഞാൻ അവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തത്. പക്ഷെ അവർക്കിതൊന്നും ബാധകമല്ല. അവർക്ക് അവരുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ആരെയും പരിഹസിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. എന്നെക്കാളും വളരെ ചെറുപ്പമായ ഒരു കുട്ടിയാണ്. പക്ഷെ അതിനു പകരം CPM-നെ ആകെ ബാധിച്ചിരിക്കുന്ന ഔദ്ധത്യവും ധാർഷ്ട്യവും നമ്മുടെ യുവ മേയറെ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ജോലികൾ ചെയ്യേണ്ട സമയത്ത് ഏപ്രിൽ മാസം അവസാനം നല്ല വെയിലുള്ള കാലത്ത് ചെയ്തു തീർക്കേണ്ട പണിയായിരുന്നു. അന്ന് ഈ കുട്ടിയും ഭർത്താവും കൂടെ ചെയ്തത് ചവറ പിടിക്കാനല്ല പോയത്, ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറെ പിടിക്കാനാണ്. അത് കേരളത്തിലാകെ ചർച്ച ചെയ്തു. അന്ന് യദു എന്ന് പറയുന്ന ഡ്രൈവറെ നമ്മുടെ മെയ് ദിനാചരണത്തിൽ CMP പാർട്ടി ഓഫീസിൽ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, ഇയാൾ ചെയ്തത് തെറ്റല്ല എന്ന് പറയാൻ ഞാനല്ല. യദുകുമാർ എന്ന് പറയുന്ന ഡ്രൈവർ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് പറയേണ്ടവർ പറയണം. പക്ഷേ ഒരു തൊഴിലാളി തെറ്റ് ചെയ്താൽ പോലും ആ തൊഴിലാളിയെ നിയമപരമായിട്ട് വേണം നടപടിയെടുക്കാൻ. തെരുവിൽ വെച്ച് തല്ലരുത്, ഭീഷണിപ്പെടുത്തരുത്. അത് മെയ് ദിനത്തിന്റെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഒരു തൊഴിലാളിയുടെ ബസ്സിൽ കയറി, ആ തൊഴിലാളി ഓടിക്കുന്ന ബസ്സിൽ കയറിയ MLA-യുടെ ഭർത്താവായ MLA-യും മേയറും പിടിച്ചു നിർത്തിയെങ്കിൽ ഞാൻ മേയറോടും മേയറുടെ പാർട്ടിയായ CPM-നോടും ചോദിക്കട്ടെ, ഇവിടെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത് റെയിൽവേ ആണെങ്കിൽ ആ റെയിൽവേയുടെ സൂപ്രണ്ടിനെ പിടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൈപൊന്തിയില്ല? പേടിച്ചുപോയോ? വലിയ മീനിനെ കാണുമ്പോൾ കൊക്ക് കണ്ണടച്ചു എന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തിന്റെ സ്ഥാപനങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ അതിന് പിന്തുണ തരും. അപ്പൊ റെയിൽവേയുടെ മാലിന്യമുണ്ടെങ്കിൽ ആ റെയിൽവേ മാലിന്യങ്ങൾ റെയിൽവേ കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ്, അല്ലെങ്കിൽ സിറ്റിക്കാണ്, സിറ്റി കോർപ്പറേഷൻ. അത് ചെയ്ത ഉത്തരവാദിത്തത്തോടുകൂടെ ചെയ്ത മേയർമാരുടെ ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേക്കും കൈ കഴുകി പോകാൻ കഴിയുമോ? ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു കോർപ്പറേഷനോട് ഭരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് റീത്ത് വെക്കാൻ പോലും അവിടെ പോയില്ല. ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലേ ജോയിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനും മനോജും അതുപോലെ തന്നെ സാംബശിവനും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ റെയിൽവേയുടെ കോൺട്രാക്ടറുടെ തൊഴിലാളിയാണ്. ആ റെയിൽവേ ഒരു റീത്ത് വെക്കാൻ പോലും വന്നില്ല എന്ന് അവിടുത്തെ ആളുകൾ, ബന്ധുക്കൾ പറഞ്ഞു. അപ്പൊ റെയിൽവേ ഈ തൊഴിലാളിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അവർ പറഞ്ഞു ഞങ്ങൾ കോൺട്രാക്റ്റാണ്. കോൺട്രാക്ട് തൊഴിലാളിയെ എന്തും ചെയ്യാമെന്നാണോ? അവിടെ യദുകുമാറിന്റെ തൊഴിലാളി പ്രശ്നവുമായിട്ട് ഇവിടെ കൂട്ടിക്കൊടയുന്നുണ്ട്. ഒരു കോൺട്രാക്ട് തൊഴിലാളി ഇത്രയും കഠിനമായ ഒരു ജോലി ചെയ്താൽ, അയാൾ മരിച്ചുപോയാൽ കോൺട്രാക്ട് വെച്ച ആൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അതുകൊണ്ട് ഞങ്ങൾ റെയിൽവേയോട് പറയുകയാണ്, നിങ്ങൾ 25 ലക്ഷം കൊടുക്കണം, സ്റ്റേറ്റ് 25 കൊടുക്കണം. 50 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾ ഒരു മനുഷ്യന് വിലയിടുകയല്ല. 50 ലക്ഷം രൂപയെങ്കിലും രണ്ട് ഗവൺമെന്റുകളും കൂടി കൊടുക്കണം. ഇപ്പൊ പിണറായി വിജയൻ വലിയൊരു കാര്യം പോലെ ചെയ്ത 10 ലക്ഷം കൊടുക്കും. 10 ലക്ഷം കൊടുത്താൽ ഒരു ഗാനമേള നടത്താൻ പറ്റാത്ത കാലമാണിപ്പോ. ഇവിടെ നടത്തിക്കൂട്ടുന്ന കേരളീയം തുടങ്ങിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ, അല്ലേ? എന്തെല്ലാം പരിപാടികൾ. ഇവിടെ വലിയൊരു പൂക്കളം ഇടാൻ 10,000 റുപ്യ 10 ലക്ഷം റുപ്യ കൊടുക്കുന്നവരാണ് നമ്മുടെ പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഒരു മനുഷ്യന്റെ ജീവന് വിലയിടുകയല്ല. പക്ഷേ 10 ലക്ഷം തുച്ഛമാണ്. അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിമാരെ ഞങ്ങൾ കണ്ടു, അവരുടെ കുട്ടികളുണ്ട്. വിവാഹിതനല്ല ജോയി. ആ വിവാഹിതനല്ലാത്ത തൊഴിലാളി തന്റെ സഹോദരിമാരുടെയും അമ്മയുടെയും ചുമതല
കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അവരുടെ വീടിനെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു യുവാവാണ്. അതുകൊണ്ട് അവരുടെ ആശ്രിതർക്ക് 50 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. അവരുടെ കുട്ടികളുടെ പഠനം ഏറ്റെടുക്കണം. ജോയിയുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കണം. ഇതാണ് CMP ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ റെയിൽവേയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. റെയിൽവേ ഒളിച്ചിരിക്കരുത്. റെയിൽവേയാണ് ജോയിയെ വിളിച്ചതെങ്കിൽ റെയിൽവേക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല. മഴ വരുമെന്ന് വെച്ച് കുറച്ച് വെയിൽ വന്നുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കൂടെ പറയാം. മറ്റൊന്നുമല്ല, ഈ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ മാർഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ കഷ്ണമായി മുറിച്ച് ഷ്രെഡ് ചെയ്ത് അത് നമ്മുടെ ടാറിൽ ലയിപ്പിക്കാമെന്ന് AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പ്ലാനിംഗ് ബോർഡ് പരീക്ഷണത്തിൽ കൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറയാണ്, ഗാന്ധിനഗർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള റോഡിൽ 2 കിലോമീറ്റർ ദൂരം 2005 തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് കോർപ്പറേഷൻ ചെയ്യുന്നില്ല? കോർപ്പറേഷന്റെ എല്ലാ റോഡുകളിലും പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ബാക്കി വരുമായിരുന്നില്ല. കൃത്യമായ പ്ലാസ്റ്റിക് കുപ്പികളും പോലെ കവറുകളും അതുപോലെ തന്നെയുള്ള മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളും കഴുകി വൃത്തിയാക്കി വാങ്ങിച്ചു വെച്ച് കഷ്ണമായി മുറിച്ചാൽ അത് റോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ ഇടാൻ ചില പെർമിഷൻ പ്രശ്നമുണ്ട്. ഈ നഗരത്തിൽ 1500 കിലോമീറ്റർ റോഡുണ്ട്. ഈ നഗരത്തിൽ 1500 കിലോമീറ്റർ ടാറിട്ട റോഡുണ്ട്. ആ ടാറിട്ട റോഡുകളിൽ 5% പ്ലാസ്റ്റിക് ബിറ്റുമിന് പകരം, അല്ലെങ്കിൽ നമ്മുടെ ഈ കറുത്ത ഇതുണ്ടല്ലോ നമ്മുടെ ടാറ്, ആ ടാറിന്റെ 5%, തൂക്കത്തിൽ 5% ഉപയോഗിക്കാമെങ്കിൽ ഈ പ്ലാസ്റ്റിക് അവിടെ കൊണ്ട് തീരുന്നു മാത്രമേ പ്ലാസ്റ്റിക് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് സാങ്കേതിക വിദ്യകളില്ലാത്തതുകൊണ്ടല്ല. ഞാൻ UDF-നെ പുകഴ്ത്തി പറയുകയല്ല. AK ആന്റണി ഗവൺമെന്റുള്ള കാലത്താണ് ഈ കീരിടുന്നതിൽ അല്ലെങ്കിൽ ടാറിടുന്നതിൽ പ്ലാസ്റ്റിക് ലയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തത്. പിന്നീട് ഉമ്മൻചാണ്ടി വന്ന സമയത്ത് അത് BWD മാനുവലിന്റെ ഭാഗമാക്കി 5%-ലധികം പ്ലാസ്റ്റിക് ഈ പറയുന്ന ടാറിൽ ലയിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ആദ്യം കണ്ടെത്തി. അത് പരീക്ഷിച്ചു. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് അതിന് അനുവാദം നൽകി. ഞാൻ രാജേന്ദ്രനോട് ചോദിക്കട്ടെ, എത്ര കിലോമീറ്റർ സ്ഥലത്ത് എത്ര ടൺ പ്ലാസ്റ്റിക് നിങ്ങൾ ഉപയോഗിച്ചു? 1 ടൺ പോലും ഉപയോഗിച്ചിട്ടില്ല. 1 ടൺ പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ വലിയൊരു അളവിലുള്ള പ്ലാസ്റ്റിക്കാണ്. കാണുമ്പോൾ പ്ലാസ്റ്റിക്കിന് തൂക്കം തോന്നും, പക്ഷെ അതിന് വലിയ തൂക്കമില്ല. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്നു. പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ കോളറിന് പിടിക്കാൻ പോയ സമയം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ചെയ്തമാരെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പെരുമഴയാണ്. കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്നത് ഒരു കുറ്റമല്ല, നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ആളുകൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രധാനികളെല്ലാം ഓടി വന്നു. ഞങ്ങളെല്ലാം ജോയിയുടെ വീട്ടിൽ പോയിരുന്നു. CMPയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിരന്തരമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മുതൽ സാധാരണ ചവറെടുക്കുന്ന തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരെല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന തൊഴിലാളി വർഗത്തോട് യഥാർത്ഥമായ കൂറും സ്നേഹവും അവരുടെ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറുമുള്ള ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി CMP മാത്രമാണ് ഇന്ന് കേരളത്തിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.